ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മനുഷ്യനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ വാർത്തകളിലും ഒക്കെ ഒരു മരണ വാർത്തയോടെ നമ്മളിലേക്ക് തേടിയെത്തിയ ഈ മനുഷ്യൻ്റെ ചിത്രം നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ അറിയണം, ശങ്കർ നാരായണൻ എന്ന ഹീറോയുടെ കഥ. വർഷം 2001 ഫെബ്രുവരി മാസം. സ്കൂൾ വിട്ടിട്ട് മണി 5 മകളെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ശങ്കർ നാരായണനും ഭാര്യയും 2 ആൺമക്കളും. അവളെ തേടി പല ഭാഗങ്ങളിൽ സ്ഥിരമായി വരുന്ന വഴിയിലെല്ലാം തിരക്കിയിട്ടും കൂട്ടുകാരുടെ വീട്ടിലൊക്കെ തിരക്കിയിട്ടും അവളെ കാണുന്നില്ല. തൻ്റെ പ്രാണനായി കരുതിയ ഇളയ മകളെ കാണാനില്ലെന്ന വിവരം ശങ്കരനാരായണനെ തകർത്ത് കളഞ്ഞത് വളരെയധികമാണ്. അദ്ദേഹം ആ നാട് മുഴുവൻ, അദ്ദേഹവും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉൾപ്പെടെ നാട് മുഴുവൻ തിരക്കി കൃഷ്ണപ്രിയ എന്ന 13 വയസ്സുകാരിക്ക് വേണ്ടി. ഒടുവിൽ കണ്ടെത്തിയതാവട്ടെ ഒരു സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു പുരയിടത്തിൽ അതിമൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട രീതിയിൽ. ആ അച്ഛനും ആ കുടുംബത്തിനും അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ആരാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചത്? അതും മൃഗീയമായിട്ട് പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ട രീതിയിലാണ് കൃഷ്ണപ്രിയയുടെ മൃതദേഹം കിട്ടിയത്. പോലീസ് എത്തി, കേസ് അന്വേഷിച്ചു. കേസിലെ പ്രതിയായി വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള അയൽക്കാരനായ മുഹമ്മദ് കോയ എന്ന 24-കാരനെ അറസ്റ്റ് ചെയ്തു. ആ ക്രിമിനൽ, ആ പക്കാ ക്രിമിനലാണ് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് പുരയിടത്തിലേക്ക് കൊണ്ടുപോയി, വാപത്ത് പിടിച്ച് പുരയിടത്തിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊലപ്പെടുത്തിയത്. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിയെ റിമാൻഡ് ചെയ്തു. ഈ ഒരു വാർത്ത ശങ്കരനാരായണൻ കുടുംബത്തിനെയും വല്ലാതെ തളർത്തി. തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന ആ അച്ഛന്, ആ സാധുവായ അച്ഛന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ അച്ഛൻ പിന്നെ ആ കുഞ്ഞിൻ്റെ മുറിയിലേക്ക് ഒരു ദിവസം പോലും കയറിയിട്ടില്ല. കാരണം ആ വേദന താങ്ങാൻ വയ്യാത്തത് കൊണ്ട്. കൃഷ്ണപ്രിയ എന്ന തൻ്റെ മകളെ ഓർത്ത് ആ അച്ഛൻ നൊന്തു പിടയുകയായിരുന്നു. കാരണം അത്രയേറെ ആ അച്ഛനും ആ കുടുംബവും കൃഷ്ണപ്രിയയെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ദിനചര്യങ്ങളെല്ലാം മറന്നു മീശയും താടിയൊക്കെ വളർത്തി ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് ആ കുടുംബം കടന്നുപോയി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു ഈ മുഹമ്മദ് കോയ എന്ന പക്കാ ക്രിമിനലിനെ ജാമ്യത്തിലിറങ്ങുന്നു. ജാമ്യത്തിലിറങ്ങിയ വിവരം ഈ അച്ഛന് വളരെയേറെ വേദനയും സ്വന്തം കുഞ്ഞിനെ മൃഗീയമായി പീഡിപ്പിച്ചവനോടുള്ള പകയും ആ അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അങ്ങനെ ആ അച്ഛൻ ഒരു ദിവസത്തിനെ കാത്തിരുന്നു. കാരണം തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവനെ കൊല ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോടെ ആ അച്ഛൻ കാത്തിരുന്നു. ഏതൊരു അച്ഛനും പോലെയും തൻ്റെ മകളെ മൃഗീയമായി കൊലപ്പെടുത്തിയ മുഹമ്മദ് കോയെ കൊല്ലണമെന്ന തീരുമാനം ആ അച്ഛൻ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതിനായി സ്വന്തം അടുത്ത സുഹൃത്തുക്കളായ 2 പേരെ കൂടി കൂട്ടി. അങ്ങനെ മുഹമ്മദ് കോയെ ഏത് വിധേനയും കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച അച്ഛൻ ഈ 2 പേരുടെ സഹായത്തോടു കൂടി ഒരു ദിവസം വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് രാത്രിയിൽ മദ്യപിക്കാനായി മുഹമ്മദ് കോയെ വിളിച്ചു. ഈ ശങ്കരനാരായണ 2 സുഹൃത്തുക്കൾ മുഹമ്മദ് കോയയ്ക്ക് വേണ്ടിയിട്ട് മദ്യം തയ്യാറാക്കി വെച്ചിരുന്നു. ഈ മുഹമ്മദ് കോയയുടെ ഒപ്പം തന്നെ അവർ മദ്യപിച്ചു. അങ്ങനെ മുഹമ്മദ് കോയയുടെ ബോധം മറയുന്നത് വരെ ശങ്കരനാരായണൻ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്നു. അങ്ങനെ കുറേ നേരം കടന്നുപോയി. മുഹമ്മദ് കോയയുടെ ബോധം പതിയെ പോകുന്ന ഈ സമയത്ത് ശങ്കരനാരായണൻ ഒളിപ്പിച്ചു വച്ചിരുന്ന ഡബിൾ ബാരൽ പിസ്റ്റൾ നീളക്കുഴൽ തോക്ക് കൊണ്ട് നേരെ വന്നു. അപ്പം മുഹമ്മദ് കോയ പതുക്കെ മയക്കത്തിലായിരുന്നു. ഈ സമയം നോക്കി ശങ്കരനാരായണൻ നേരെ വന്നിട്ട് മുഹമ്മദ് കോയയുടെ ഇടനെഞ്ചിൽ തോക്ക് ചൂണ്ടി ആദ്യത്തെ ബുള്ളറ്റ് ആ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. ആ ഒരു നിമിഷം ഏതൊരച്ഛൻ്റെയും ഏതൊരു കുടുംബത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു പ്രതികാരത്തിൻ്റെയും തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിനോടുള്ള ഏറ്റവും വലിയ പക ആ ഒരു നിമിഷം ആ ഒരു അച്ഛൻ നടപ്പാക്കി കഴിഞ്ഞിരുന്നു. ഈ ബുള്ളറ്റ് കൊണ്ട് പിടയുന്ന മുഹമ്മദ് കോയയുടെ നെഞ്ചിലേക്ക് വീണ്ടും ഒരു വട്ടം കൂടി ഈ ശങ്കരനാരായണൻ എന്ന ഹീറോ നിറയൊഴിച്ചു. പിന്നീട് ഈ ശങ്കരനാരായണനും 2 സുഹൃത്തുക്കളും കൂടി ഈ ഡെഡ് ബോഡി അവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കണലിൽ ഒളിപ്പിച്ചു. എന്നിട്ട് ഈ ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്ത മുഹമ്മദ് കോയ എന്ന ഈ ക്രിമിനലിൻ്റെ ചോര വീണ ആ അമ്പലപ്പറമ്പിലെ ആ മണ്ണ് ശങ്കരനാരായണൻ പുണ്യാവം തളിച്ചു എന്നാണ് പറയപ്പെടുന്നത്, കഥകളിലൂടെ അറിയാൻ സാധിച്ചത്. കാരണം വെച്ചാൽ ഈ ഹീനമായ ഈ ക്രിമിനലിൻ്റെ ചോര പോലും ആ മണ്ണിൽ വീഴാൻ പാടില്ലെന്നുള്ള അച്ഛൻ്റെ തീരുമാനമായിരുന്നു അത്. കാരണം അത്ര ഇതായിരുന്നു ആ അച്ഛൻ്റെ മനസ്സ്. അമ്പലപ്പറമ്പിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിൽ തള്ളിയ ഈ ഡെഡ് ബോഡി എന്നിട്ട് ഇദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഇതുപോലെ മുഹമ്മദ് കോയെ കൊന്ന താനാണെന്നും താൻ മാത്രമാണ് കൊന്നതെന്നും പോലീസിനോട് പറഞ്ഞു. തൻ്റെ കൂടെ ആരുമില്ല, താൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ശങ്കരനാരായണൻ പോലീസിന് മൊഴി നൽകിയത്. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. കാലം ഒരുപാട് നീണ്ടുപോയി. ഈ അച്ഛന് ജയിലിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കത്തുകളിൽ
പല അമ്മമാരും പെങ്ങന്മാരും സ്ത്രീകളും എല്ലാവരും അവർ ഹീറോ ആയിട്ട് കണ്ടുകൊണ്ട് ശങ്കരനാരായണന് നിറയെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു. കാരണം സ്വന്തം മകളെ മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരു പിശാചിനെ കൊന്ന ഈ അച്ഛൻ ആ സമയത്ത് എല്ലാ ആൾക്കാരുടെയും ഹീറോ ആയി മാറി. അങ്ങനെ എല്ലാവരുടെയും ഹീറോ ആക്കി മാറ്റപ്പെട്ട ശങ്കരനാരായണനെ കോടതി വ്യവഹാരത്തിലൂടെ കോടതി പോലും വെറുതെ വിടുകയുണ്ടായി. കോടതിക്ക് പോലും ഈ അച്ഛൻ്റെ കണ്ണുനീരിന് വില കൽപ്പിക്കേണ്ടി വന്നു. തെളിവുകളുടെ അഭാവത്തിൽ അച്ഛനെ വെറുതെ വിടുകയുണ്ടായി. കോടതിയിൽ നിന്ന് പുറത്തെത്തുന്ന ശങ്കരനാരായണനെയും കാത്തു നിൽക്കുന്ന മകനും ഭാര്യയും ഉള്ളൊരു ഫോട്ടോ ഉണ്ട്, മാതൃഭൂമിയിൽ വന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ കാണുന്ന ഏതൊരു മനുഷ്യൻ്റെയും മുഖത്ത് ഒരു സന്തോഷവും അതിലുപരി ഒരഭിമാനവും തോന്നും. കാരണം അത്രയേറെ വിലപ്പെട്ടൊരു ഫോട്ടോയാണ് നമ്മളീ കാണുന്നത്. അങ്ങനെ ശങ്കരനാരായണൻ ഹീറോ ആയി തീർന്നു. ഇന്ന് ശങ്കരനാരായണൻ എന്ന മനുഷ്യൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. ഏതൊരു മനുഷ്യനെയും പോലെ തൻ്റെ കുഞ്ഞുങ്ങളെ അമിതമായി സ്നേഹിച്ച് അവളുടെ മരണം, അതും പിച്ചി ചീന്തിയ രീതിയിൽ കാണപ്പെട്ട തൻ്റെ മകളുടെ ശരീരം കാണാൻ വയ്യാതെ നരകിച്ചു പോയ മനുഷ്യൻ്റെ പ്രതികാരത്തിൻ്റെയും എല്ലാത്തിൻ്റെ മകളോടുള്ള സ്നേഹത്തിൻ്റെയും എല്ലാം ഒരു കഥ കൂടിയാണ്. പലതരം സിനിമകളിലൊക്കെ വിഷയമായിട്ടുള്ള ഈ ഒരു കഥ, ശങ്കരനാരായണൻ്റെ ഈ ഒരു കഥ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തോടെ അവസാനിക്കുന്നില്ല. എന്നും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഹീറോ ആയി എന്നും ശങ്കരനാരായണൻ മനസ്സിലും എന്നും ഉണ്ടാവും. അതുപോലെ തന്നെ കേരള ജനതയുടെ മനസ്സിലും എന്നും ശങ്കരനാരായണൻ, താങ്കൾ മരിച്ചുവെങ്കിൽ കൂടി താങ്കൾ ഞങ്ങളുടെ മനസ്സിലെന്നും ഉണ്ടാവും, മരണം വരെ.